Good afternoon to all. Today I am going to teach online banking advantages and disadvantages. Online banking, also known as internet banking or web banking, is an electronic payment system that enables customers of a bank or other financial transactions through the financial institution's website. ഓൺലൈൻ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നമുക്ക് ഇൻ്റർനെറ്റ് വഴി പോസിബിളാണ്. അതിനെയാണ് നമ്മൾ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമറിന് ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നതും വിത്ഡ്രോ ചെയ്യുന്നതും ബാലൻസ് ചെക്ക് ചെയ്യുന്നത് അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഓൺലൈനിലായിട്ട് വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫിംഗർ ടിപ്സിൽ തന്നെ ഈ എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും ഓൺലൈൻ ബാങ്കിങ്. ട്രഡീഷണൽ ബാങ്കിങ്ങിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ ഈ ട്രാൻസാക്ഷൻസൊക്കെ ചെയ്യണമായിരുന്നു. അപ്പം നമ്മുടെ ടൈം, കോസ്റ്റ്, എഫോർട്ടൊക്കെ കൂടുതലാണ്. ഓൺലൈൻ ബാങ്കിങ് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ടൈം, അതുപോലെ കോസ്റ്റ്, പേപ്പർ വർക്ക് ഇങ്ങനത്തെ എല്ലാം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈൻ ബാങ്കിങ്ങിനെ പറയുന്ന വേറെ പേരാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓർ വെബ് ബാങ്കിങ്. ഇതൊരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. ഇപ്പം നമുക്കറിയാം IT-യുടെ ഇൻഫ്ലുവൻസ് ബാങ്കിങ് സെക്ടറിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Technology has been playing an increasingly important role in the banking sector. Recognizing the role of information technology in reducing the transaction cost and delivering the financial service is an efficient way. The Reserve Bank of India encouraging the use of information technology in the banking sector. അതായത് ഈ ഓൺലൈൻ ബാങ്കിങ് വഴി നമുക്ക് ഒരുപാട് കോസ്റ്റ്, ട്രാൻസാക്ഷൻ കോസ്റ്റ്, എഫോർട്ട്, അതുപോലെ ബാങ്കിങ് സ്റ്റാഫിൻ്റെ വർക്കൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എഫോർട്ട് എടുക്കുന്നുണ്ട് കൂടുതൽ IT ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ബാങ്കുകൾ IT ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ബാങ്കിങ് എന്താണെന്ന് നോക്കാം. ഓൺലൈൻ ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓർ വെബ് ബാങ്കിങ് ഈസ് എൻ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ദാറ്റ് എനേബിൾ കസ്റ്റമേഴ്സ് ഓഫ് എ ബാങ്ക് ഓർ അതർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ത്രൂ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെബ്സൈറ്റ്. അതായത് ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ബാങ്കിൽ പോയി ചെയ്യണ പോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്ന ഇതാണ് ഈ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ബാങ്കിങ്? നമ്മുടെ ട്രഡീഷണൽ ബാങ്കിങ്ങിനെ വെച്ച് ഓൺലൈൻ ബാങ്കിങ്ങിന് ഒരുപാട് അതിൻ്റെ കോസ്റ്റ് കുറവാണ്, എഫോർട്ട് കുറവാണ്. അതുപോലെ അത് ഒരുപാട് പേപ്പർ വർക്കുകൾ കുറക്കും, ബാങ്കിങ് സ്റ്റാഫിൻ്റെ ബർഡൻ കുറയ്ക്കും. നമുക്ക് ഓരോ അഡ്വാൻറ്റേജസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഓൺലൈൻ ബാങ്കിങ് ഈസ് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. ഫണ്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ അക്കൗണ്ട്സ് ഓൾമോസ്റ്റ് ഇൻസ്റ്റൻ്റ്ലി. അതായത് ഓൺലൈൻ ബാങ്കിങ് വഴി നമുക്ക് ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റായിട്ടും ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. ഫണ്ട്സ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ അക്കൗണ്ട് ഓൾമോസ്റ്റ് ഇൻസ്റ്റൻ്റ്ലി. അതായത് നമ്മൾ എപ്പോഴാണോ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് ഇൻസ്റ്റൻ്റ്ലി ആയിട്ട് തന്നെ ആ ഫണ്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന ആളുടെയിലേക്ക് എത്തും ഇൻസ്റ്റൻ്റ്ലി. ഓക്കെ, ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ്, കൺസ്യൂമേഴ്സ് ക്യാൻ ഓപ്പൺ ആൻഡ് ക്ലോസ് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് ഓൺലൈൻ. അതായത് കൺസ്യൂമേഴ്സിന് അക്കൗണ്ട്സുകൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഓൺലൈനായിട്ട് ഓൺലൈൻ ബാങ്കിങ് വഴി പോസിബിളാണ്. തേർഡ് പോയിൻറ്റ്, ഫ്രം ഫിക്സഡ് ഡെപ്പോസിറ്റ് ടു റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ദാറ്റ് ടിപ്പിക്കലി ഓഫർ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് റിക്കർ ഡെപ്പോസിറ്റിലേക്ക് മാറാനായിട്ട്, കാരണം അവിടെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണുള്ളത്. ഫ്രം ഫിക്സഡ് ഡെപ്പോസിറ്റ് ടു റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ദാറ്റ് ടിപ്പിക്കലി ഓഫർ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Fourth point, consumers can also monitor their accounts regularly, closely allowing them to keep their accounts safe. അതായത് ഇപ്പം നമ്മൾ ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം നമ്മളെല്ലാവരും എല്ലാ ദിവസവും പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ നോക്കില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് ഓൺലൈൻ ബാങ്കിങ് വന്നതോടുകൂടി നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ അക്കൗണ്ടിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാം. അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏതെങ്കിലും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. Fifth point, around the clock access to banking information provide every detection of fraudulent activity, thereby acting as a guardian against financial damage or loss.
നമ്മുടെ എറൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 24 hours നമുക്ക് ഓൺലൈൻ ബാങ്കിങ് വെച്ച് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. അതാണ് എറൗണ്ട് ദ ക്ലോക്ക് ആക്സസ് ടു ബാങ്കിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റി. അതായത് നമ്മളിങ്ങനെ നോക്കാൻ പറ്റുന്ന കാരണം, നമ്മുടെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം നമുക്ക് ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമ്മുടെ ഫിനാൻഷ്യൽ ലോസ് റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഈസി ടു ഓപ്പറേറ്റ്. Using the service offered by online banking is simple and easy. Many find a transaction online a lot easier than visiting a branch for the same. അതായത് നമ്മൾ ഓൺലൈൻ ബാങ്കിങ്ങിൽ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് ഈസിയാണ്. അതായത് നമുക്ക് വിത്ഡ്രോ ചെയ്യാനായാലും പേയ്മെൻറ്റ് ചെയ്യാനായാലും ബാലൻസ് ചെക്ക് ചെയ്യാനായാലും എല്ലാത്തിനും അതിൻ്റെ പ്രോസസ്സ് ഈസിയാണ്. ഇപ്പം നമ്മൾ ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റത്തിൽ ബാങ്കിങ് പോയി ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്യൂവിലൊക്കെ നിന്ന് നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അതാണ് പറയുന്നത് ഈസി ടു ഓപ്പറേറ്റ്. നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് ഓൺലൈൻ ബാങ്കിങ് ട്രഡീഷണൽ ബാങ്കിങ്ങിനേക്കാളും ഈസിയാണ്. നെക്സ്റ്റ് കൺവീനിയൻസ്. You need not leave your queries behind and go stand in a queue at the bank branch. You can complete your transaction from where you are. നമ്മളിപ്പോൾ ബസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ട്രെയിനിലായാലും എവിടെ നിന്നിട്ടായാലും നമ്മുടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല. അതാണ് കൺവീനിയൻസ് ഉദ്ദേശിക്കുന്നത്. യു നീഡ് നോട്ട് ലീവ് യുവർ queries behind and go stand in a queue at the bank branch. ബാങ്ക് ബ്രാഞ്ചിൽ ക്യൂവിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പോയിൻ്റ് ടൈം എഫിഷ്യൻറ്റ്. അതായത് യു ക്യാൻ കംപ്ലീറ്റ് എനി ട്രാൻസാക്ഷൻ ഇൻ എ മാനർ ഓഫ് ഫ്യൂ മിനിറ്റ്സ് വയ ഇൻ്റർനെറ്റ് ബാങ്കിങ്. ടൈം എഫിഷ്യൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ ബാങ്കിങ്ങിൽ നമുക്ക് ടൈം കൂടുതലെടുക്കും. ഇത് കൂടുതൽ ടൈം എഫിഷ്യൻ്റ് ആണ്. യു ക്യാൻ കംപ്ലീറ്റ് എനി ട്രാൻസാക്ഷൻ ഇൻ എ മാനർ ഓഫ് ഫ്യൂ മിനിറ്റ്സ്. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫണ്ട് കിട്ടാനും അതുപോലെ നമുക്ക് റിസീവ് ചെയ്യാനൊക്കെ മിനിറ്റുകൾ മാത്രം മതി. നെക്സ്റ്റ് ആക്ടിവിറ്റി ട്രാക്കിംഗ്. ആക്ടിവിറ്റി ട്രാക്കിങ്ങിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബാങ്കിൽ പോയി ഒരു പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടും. റെസിപ്റ്റിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടും. ഈ അക്നോളജ്മെൻറ്റ് നമ്മളുടെ ഇത് മിസ്സായി പോകും. പിന്നെ നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് ഇത് കിട്ടില്ല. പക്ഷേ ഓൺലൈൻ ബാങ്കിങ് ആവുമ്പോൾ ഇൻ കോൺട്രാസ്റ്റ് ഓൾ ട്രാൻസാക്ഷൻ യു പെർഫോം ഓൺ ബാങ്ക്സ് പോർട്ടൽ വിൽ ബി റെക്കോർഡഡ്. ബാങ്കിൻ്റെ പോർട്ടലിൽ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. യു ക്യാൻ ഷോ ദിസ് ആസ് എ പ്രൂഫ് ഓഫ് ട്രാൻസാക്ഷൻ ഇഫ് നീഡ് ബി. അതായത് എന്തെങ്കിലും പ്രൂഫ് ആവശ്യമാണെങ്കിൽ ഈ ബാങ്ക്സ് പോർട്ടലിലുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആക്ടിവിറ്റി ട്രാക്കിങ്ങിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാൻ പറ്റും. ബാങ്ക്സ് പോർട്ടലിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് ഇൻഫർമേഷൻസ് വെച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാൻ പറ്റും ഇൻഫർമേഷൻസ്. നെക്സ്റ്റ് നോട്ട് ലിമിറ്റഡ് ടു ഫിസിക്കൽ സൈറ്റ്. അതായത് ഇപ്പം നമ്മൾ ട്രഡീഷണലിൽ ഒരു ബാങ്കിൽ തന്നെ പോയി ചെയ്യണം വേണ്ടേ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ സൈറ്റ് ഇല്ല. നമുക്ക് ബസ്സിലിരുന്നോ ട്രെയിനിലിരുന്നോ കാറിലിരുന്നോ വീട്ടിലിരുന്നിട്ടോ എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് പറയുന്നത് നോട്ട് ലിമിറ്റഡ് ടു ഫിസിക്കൽ സൈറ്റ്. നെക്സ്റ്റ് ലോവർ ഓപ്പറേഷണൽ കോസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഓപ്പറേഷൻ കോസ്റ്റ് നമ്മൾ ട്രഡീഷണൽ ബാങ്കിങ്ങിനേക്കാളും ഓൺലൈൻ ബാങ്കിങ്ങിൽ കുറവാണ്. 12th പോയിന്റ് ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ് പോസിബിൾ. ക്രോസ് ബോർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ബിറ്റ്വീൻ കൺട്രീസും ബിറ്റ്വീൻ നേഷൻസൊക്കെ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ഈ ഓൺലൈൻ ബാങ്കിങ് വഴി പോസിബിളാണ്. നെക്സ്റ്റ് പറയുന്നത് ലോ ഇൻസിഡൻസ് ഓഫ് എറർ. ഈ നമ്മൾ മാനുവലി ചെയ്ത് കഴിയുമ്പോൾ അവിടെ എറർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മൾ ഈ ബാങ്കിങ് ഒക്കെ ആകുമ്പോൾ മെഷീൻ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എറേഴ്സ് വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ എറേഴ്സ് കുറവാണ് ഏതിൽ മാനുവൽ മെഷീനിൽ വെച്ച് ചെയ്യുമ്പോൾ ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ. നെക്സ്റ്റ് 14 പോയിന്റ് എനി ടൈം മണി. നമ്മൾ പറഞ്ഞില്ലേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യാനും എല്ലാം പോസിബിളാണ്. 15th പോയിന്റ് ത്രൂ ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് ഡെബിറ്റ്സ് കാർഡ് ഗെറ്റ് ഡിസ്കൗണ്ട് ഫ്രം റീറ്റെയിൽ ഷോപ്പ്. ഇപ്പോൾ റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിന് കുറച്ച് ഡിസ്കൗണ്ടുകൾ കിട്ടും. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് സ്പീഡ് ഓഫ് റെസ്പോൺസ് ടു കസ്റ്റമർ റിക്വയർമെൻറ്റ്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് റിക്വസ്റ്റ് അനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും. പിന്നെ വേരിയസ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇതൊക്കെ എന്താ,
ഇത് ഇ ബാങ്കിങ്ങിൻ്റെ വേരിയസ് സർവീസസ് പ്രൊവൈഡ് ബൈ ബാങ്ക്സ്. ഈ ബാങ്കിങ്ങിലെ വേരിയസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ് ആണ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM കാർഡ്, സ്മാർട്ട് കാർഡ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, എക്സെട്ര. ഓക്കെ, then we move to the disadvantages of online banking. എന്താണ് ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഫോർ എ നോട്ടീസ് ഓൺലൈൻ ബാങ്കിങ് കസ്റ്റമർ യൂസിങ് ദ സിസ്റ്റം ഫോർ ദ ഫസ്റ്റ് ടൈം മേ പ്രസൻറ്റ് ചലഞ്ചസ് ദാറ്റ് പ്രിവെൻറ്റ് ട്രാൻസാക്ഷൻ ഫ്രം ബീയിങ് പ്രോസസ്ഡ്. അതായത് ഇപ്പം നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് ഓൺലൈൻ ബാങ്കിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഡിഫിക്കൽട്ടായിരിക്കും. ഇപ്പോൾ ട്രഡീഷണൽ ബാങ്കിങ്ങിൽ പോയി ചെയ്യണേക്കാളും ഡിഫിക്കൽട്ടായിരിക്കും നമ്മൾ ഓൺലൈൻ ബാങ്കിങ്ങിൽ. പ്രത്യേകിച്ച് ഓൺലൈൻ ബാങ്കിങ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി അധികം അറിയാത്തവർക്ക് പ്രത്യേകിച്ചും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഫോർ എ നോട്ടീസ് ഓൺലൈൻ കസ്റ്റമർ യൂസിങ് സിസ്റ്റം ഫോർ ദ ഫസ്റ്റ് ടൈം എ പ്രസൻറ്റ് ചലഞ്ചസ് ദാറ്റ് പ്രിവെൻറ്റ് ട്രാൻസാക്ഷൻ ഫ്രം ബീയിങ് പ്രോസസ്ഡ്. പിന്നീട് അവരത് ചെയ്യാത്തൊരു കണ്ടീഷനിലേക്ക് വരും. ആദ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഓൺലൈൻ ബാങ്കിങ്ങിൻ്റെ. Second point, online banking does not help if the customer need access to large amount of cash. അതായത് ഒരുപാട് ക്യാഷ് വേണ്ട സാഹചര്യത്തിൽ, ഇപ്പം നമുക്കറിയാം ഓൺലൈൻ ബാങ്കിങ് വഴി നമുക്ക് കുറേ എമൗണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട്, നമ്മൾ ഫണ്ട് എടുക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഓൺലൈൻ ബാങ്കിങ് ഡസ് നോട്ട് ഹെൽപ്പ് ഇഫ് ദ കസ്റ്റമർ നീഡ് ആക്സസ് ടു ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ്. ഒരുപാട് ക്യാഷ് കസ്റ്റമേഴ്സിന് ആവശ്യമാണെങ്കിൽ ഈ ഓൺലൈൻ ബാങ്കിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. Third point, while he may be able to take a certain amount at the ATM, most card come with a limit. He will still have to visit. അതായത് നമ്മൾ പറഞ്ഞു ഒരു സർട്ടൺ ലിമിറ്റ് വരെയാണ് നമുക്ക് ഓൺലൈൻ ബാങ്കിങ് വഴി നമുക്ക് ഫണ്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ടിന് ആ കസ്റ്റമർ എവിടെ തന്നെ പോകേണ്ടി വരും? ബാങ്കിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബാങ്കിലും പോകണം, ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണം. Fourth point, many banks have expressed their concern about the huge initial startup cost for venturing into e-banking. അതായത് e-banking സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാങ്കുകൾക്ക് അത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ്, ഫിഫ്ത്ത് പോയിന്റ്, എ കസ്റ്റമർ കനോട്ട് ആക്സസ് ടു ഓൺലൈൻ ബാങ്കിങ് ഇഫ് ഷീ ഓർ ഹി ഡസ് നോട്ട് ഹാവ് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. അതായത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഓൺലൈൻ ബാങ്കിങ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് ഏത്? ഇൻ്റർനെറ്റ് കണക്ഷൻ. അതാണ് പിന്നത്തെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. നെക്സ്റ്റ്, സെക്യൂരിറ്റി ഈ അനദർ ഇഷ്യൂ. There is a chance of hacking information by unauthorized people over the internet. നമുക്കറിയാമല്ലോ, ഹാക്കിംഗ് ഒക്കെ അറിയാം. അപ്പോൾ ഈ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഹാക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. അതാണ് സെക്യൂരിറ്റി ഇഷ്യൂ, അതും ഒരു പ്രോബ്ലമാണ്. നെക്സ്റ്റ്, പാസ്വേഡ് സെക്യൂരിറ്റി ഈസ് എ മസ്റ്റ്. പാസ്വേഡ് സെക്യൂരിറ്റി അത്യാവശ്യമാണ്, അല്ലെങ്കിൽ എന്തുണ്ടാവും, ഈ ഹാക്കേഴ്സ് നമ്മുടെ ഇൻഫർമേഷൻസ് യൂട്ടിലൈസ് ചെയ്യും. നെക്സ്റ്റ്, 8th പോയിന്റ്, എ കസ്റ്റമർ കനോട്ട് യൂസ് ഇറ്റ് ഇഫ് ദ ബാങ്ക്സ് സെർവർ ഈസ് ഡൗൺ. ഒരു ബാങ്കിൻ്റെ സെർവർ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് അത് ഫങ്ഷൻ ചെയ്യിക്കാനായിട്ട് പറ്റില്ല ഓൺലൈൻ ബാങ്കിങ്. 9th, another issue is that sometimes it became difficult to note whether the transactions was successful or not. നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്കത് ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാൻ, ഇത് സക്സസ്ഫുൾ ആയോ അല്ലേ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ്, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇ ബാങ്കിങ് ഇൻവോൾവ്സ് 24 hours support, environmental quality service to end users and other partners which will necessitate a well qualified and robust group of skilled people to meet. അതായത് ഈ ബാങ്കിങ് ചെയ്യാനായിട്ട്, ഈ ബാങ്കിങ് ചെയ്യുമ്പോൾ നമുക്കതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആവശ്യമാണ്. ഈ ക്വാളിഫൈഡ് ആയിട്ട് പേഴ്സൺസിന് നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടി വരും. ട്രെയിനിങ് മാത്രം കൊടുത്താൽ പോരാ, അവരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാങ്കിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ബാങ്കിനത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും ബാങ്കുകൾക്ക്. നെക്സ്റ്റ്, these are the disadvantages of e-banking. Next, we move to the necessity for operating online banking. ഓൺലൈൻ ബാങ്കിങ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ആവശ്യമായിട്ടുള്ളത്? ഫസ്റ്റ്, ആൻ ആക്റ്റീവ് ബാങ്ക് അക്കൗണ്ട് വിത്ത് ബാലൻസ് ഇൻ ഇറ്റ് ഫോർ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ബാലൻസ് ഉണ്ടാവണം അക്കൗണ്ടിൽ.
ആൻ ആക്റ്റീവ് ബാങ്ക് അക്കൗണ്ട് വിത്ത് ബാലൻസ് ഇൻ ഇറ്റ് ഫോർ ട്രാൻസാക്ഷൻസ്. ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ബാങ്കിങ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് ഉണ്ടാവണം. സെക്കൻഡ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് നമ്പർ. നമുക്ക് ഒരു ഹോൾഡറിന് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, കസ്റ്റമേഴ്സ് യൂസർ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡൊക്കെ വേണം. ഫോർത്ത് പോയിന്റ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ. ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ, ദ ഇൻ്റർനെറ്റ് ബാങ്കിങ് പിൻ നമ്പർ, എ പി സി വിത്ത് ആക്സസ് ടു ദി വെബ്. പേഴ്സണൽ കമ്പ്യൂട്ടർ വേണം. നമുക്ക് ഓൺലൈൻ ബാങ്കിങ് നടത്താനായിട്ട് പേഴ്സണൽ കമ്പ്യൂട്ടർ വേണം. ഇതൊക്കെയാണ് എന്താ പറയുക, ഒരു ഓൺലൈൻ ബാങ്കിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ആൻ ആക്റ്റീവ് ബാങ്ക് അക്കൗണ്ട് വിത്ത് ബാലൻസ് ഇൻ ഇറ്റ് ഫോർ ട്രാൻസാക്ഷൻസ്. സെക്കൻഡ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് നമ്പർ. തേർഡ്, കസ്റ്റമേഴ്സ് യൂസർ ഐ ഡി. ഫോർത്ത്, ബാങ്ക് അക്കൗണ്ട് നമ്പർ. ഫിഫ്ത്ത്, ദ ഇൻ്റർനെറ്റ് ബാങ്കിങ് പിൻ നമ്പർ. സിക്സ്ത്, എ പി സി വിത്ത് ആക്സസ് ടു ദി വെബ്. നെക്സ്റ്റ്, 2 type of banks that do ഇൻ്റർനെറ്റ് ബാങ്കിങ്. 2 ടൈപ്പ് ബാങ്കുകൾ, അതായത് ഓൺലൈൻ സർവീസും സെക്കൻഡ് വെർച്വൽ ബാങ്കും. ഓൺലൈൻ സർവീസ്, വെർച്വൽ ബാങ്ക്സ്. എന്താണ് ഓൺലൈൻ സർവീസ് എന്ന് പറഞ്ഞാൽ? ഓൺലൈൻ സർവീസിൽ 2 തരത്തിലുള്ള ഫെസിലിറ്റിയും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബാങ്കിൽ വന്നിട്ട് വേണമെങ്കിലും അയാൾക്ക് ട്രാൻസാക്ഷൻ നടത്താം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയും അവരുടെ ട്രാൻസാക്ഷൻസ് ചെയ്യാം. 2നുള്ള ഓപ്ഷൻ കൊടുക്കുന്നതാണ് ഓൺലൈൻ ബാങ്കിങ്ങിൽ വരുന്നത്. ഓൺലൈൻ സർവീസ് allows customers of a bank the option of going to the building to do their transactions in person, or they can take the advantages of internet banking services through a bank website. അതായത് ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ ബിൽഡിങ്ങിൽ പോയിട്ടോ എങ്ങനെ വേണമെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഓൺലൈൻ സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്താണ് വെർച്വൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വെർച്വൽ ബാങ്കിൽ ഈ ബാങ്കിൽ പോയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റില്ല. ഓൺലി നമുക്ക് എങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ. ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ബാങ്ക് ദാറ്റ് ഡസ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇസ് എ വെർച്വൽ ബാങ്ക്. ദീസ് ബാങ്ക് ഡു നോട്ട് ഹാവ് എ ലൊക്കേഷൻ വെയർ ദ കസ്റ്റമർ ക്യാൻ ഗോ ഇൻ പേഴ്സണൽ. ഇതിന് പ്രത്യേകിച്ചൊരു ലൊക്കേഷൻ ഇല്ല. ഇപ്പോൾ ഓൺലൈൻ സർവീസിൽ ഒരു ലൊക്കേഷൻ ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം. വെർച്വൽ ബാങ്കിന് ലൊക്കേഷൻ ഇല്ല. വെയർ ദ കസ്റ്റമർ ക്യാനോട്ട് ഗോ ഇൻ പേഴ്സൺ, ദേ ഡു ബിസിനസ് ഓവർ ദ ഇൻ്റർനെറ്റ്. വെർച്വൽ ബാങ്കിങ്ങിൽ നമുക്ക് ബാങ്കിൽ പോയിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, IFSC കോഡ്. എന്താണ് IFSC കോഡ്? ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. IFSC കോഡ് ഈസ് ആൻ ആൽഫ ന്യൂമറിക് കോഡ്. അതായത് ആൽഫബറ്റിക്കും ന്യൂമറിക്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോഡാണ് IFSC കോഡ്. ദാറ്റ് ഫെസിലിറ്റേറ്റ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ നടത്തുന്നത് IFSC കോഡ് വഴിയാണ്. IFSC കോഡ് ഈസ് എ യുണീക്ക് 11-digit നമ്പർ. IFSC കോഡിൽ 11 നമ്പേഴ്സാണ് ഉണ്ടാവുക, വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ് ആൻഡ് ന്യൂമറിക്. അതിൽ ആൽഫബറ്റിക് നമ്പേഴ്സും വരും, അതുപോലെ ന്യൂമറിക്കൽ നമ്പേഴ്സും വരും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫണ്ട്സ് ഓൺലൈൻ ഫോർ NEFT, IMPS ആൻഡ് RTGS ട്രാൻസാക്ഷൻസ്. ഈ RTGS, IMPS ഒക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസിനൊക്കെ എന്ത് വേണം? IFSC കോഡ്. യൂഷ്വലി ദിസ് കോഡ് ക്യാൻ ബി ഫൗണ്ട് ഓൺ എ ചെക്ക് ബുക്ക് പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും IFSC കോഡ് എവിടെ ഉണ്ടാവുക? നമ്മുടെ ചെക്ക് ബുക്കിലാണ് ഈ IFSC കോഡ് ഉണ്ടാവുക. അത് ആൽഫ ന്യൂമറിക് നമ്പറാണ്, 11 ഡിജിറ്റാണ് അതിൽ ഉണ്ടാവുക. അപ്പോൾ എന്താണ് IFSC കോഡ്? IFSC code is a alphanumeric code that facilitates electronic fund transfer in India. IFSC code is a unique 11-digit number which is a combination of alphabetic and numeric. IFSC code full form the Indian Financial System Code. Next, ഇന്നെടുത്തതിലെ important questions ആണ്. First question, what is e-banking? Second, what are the advantages and disadvantages of e-banking? Third, what is IFSC code? Okay, thank you.